ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും ദി ചൂസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും ദേ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് സെറ്റ് ആയിട്ടൊക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സക്സസ് പ്ലസ് ഒരു മോട്ടിവേഷണൽ സ്റ്റോറിയാണ് കേട്ടോ. ഈ ഒരു കമന്റ് ഞാൻ വന്നപ്പോഴേക്കും ഒരു 5 മിനിറ്റ് ഞാൻ ഒന്ന് കരഞ്ഞു എന്ന് പറയുന്നത് എൻ്റെ കണ്ണൊന്ന് നിറഞ്ഞുപോയി. ഞാൻ പ്രാർത്ഥിക്കുന്ന എൻ്റെ ദൈവത്തിന്റെ മുമ്പിൽ പോയിരുന്നു ഞാനൊന്ന് കരഞ്ഞു. കാരണം എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അത്രമാത്രം എനിക്ക് ഹൃദയത്തിൽ തട്ടിയ ഒരു കമന്റ് ആയിരുന്നു ഈ ഒരു സമയത്ത് എനിക്ക് കിട്ടിയത് കേട്ടോ. ഒരുപാട് പേര് ഇങ്ങനെ കമന്റ്സ് പറയാറുണ്ട് കേട്ടോ, ഇല്ല എന്നല്ല. പക്ഷെ എന്നിരുന്നാൽ കൂടി തന്നെ ഇതെനിക്ക് എന്തോ ഭയങ്കര ഒന്ന് കുറെ പേരുടെ അങ്ങനെ കണ്ടപ്പോഴേക്കും കുറച്ച് എനിക്കൊന്ന് സങ്കടം വന്നു. അപ്പൊ നമുക്ക് ഈ കമന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ലാസ്റ്റ് വരെ കേൾക്കാം കേട്ടോ. അപ്പൊ ഇതെനിക്ക് വന്നത് ലോണൽ MGX30 എന്ന് പറയുന്ന ഒരു സബ്സ്ക്രൈബറിൽ നിന്നാണ് കേട്ടോ. മാഷാ അള്ളാ, എനിക്ക് പോസിറ്റീവായി. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാറുണ്ട്. 23 ഡേറ്റ്. 8ാമത്തെ ഡേ ഞാൻ കാർഡ് ടെസ്റ്റ് ചെയ്തു. 9th ഡേ HCG ടെസ്റ്റ് ചെയ്തു. അതിലും പോസിറ്റീവായി. ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ സ്കാനിങ്ങിൽ കാണുന്നില്ല എന്ന് പറഞ്ഞു. വജൈന അൾട്രാസൗണ്ട് ചെയ്തതിലും കണ്ടില്ലായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ട്യൂബിലായിരിക്കുമെന്ന്. 48 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ആ ടൈമിൽ HCG ലെവല് കൂടിയതായിട്ട് കണ്ടു. ഇന്ന് ഡോക്ടറെ കാണിച്ചു. സ്കാൻ ചെയ്തപ്പോൾ ട്യൂബിലല്ല എന്ന് പറഞ്ഞു. പിന്നീട് സ്കാൻ ചെയ്ത് നോക്കി യൂട്രസിൽ പ്രഗ്നൻസി കാണാൻ പറ്റി. അൽഹംദുലില്ലാ, 3 ഇയേഴ്സിന് ശേഷം പ്രഗ്നന്റ് ആവാൻ പറ്റി. ഞാൻ ചേച്ചിയുടെ വീഡിയോസ് കാണാൻ തുടങ്ങിയിട്ട് 2 മന്ത്സ് ആയിട്ടുള്ളൂ. വീഡിയോയിൽ ഒരുവിധം ടിപ്സ് എല്ലാം ഫോളോ ചെയ്തിരുന്നു. എനിക്ക് വീഡിയോ കൂടുതൽ ഉപകാരപ്രദമായി. താങ്ക്സ് ചേച്ചി. ഞാൻ ഇതുവരെ ഒരു മെഡിസിനും എടുത്തിട്ടില്ലായിരുന്നു. പക്ഷെ ചേച്ചി പറയുന്ന ഓരോ ടിപ്സും മോട്ടിവേഷനും എനിക്ക് വളരെ ഉപകാരപ്രദമായി. അതിന് വലിയ താങ്ക്സ് പറയുന്നു. അതിനുള്ള ഓരോ സബ്സ്ക്രൈബേഴ്സിനോടും എനിക്ക് പറയാനുള്ളത്, ടെൻഷൻ ഒരു വിധത്തിൽ ഒഴിവാക്കാൻ നോക്കുക. ഹോം റെമഡീസ് കൂടുതലായിട്ട് ചെയ്യാൻ നോക്കുക. മെൻസസ് ആയ മുതൽക്കേ എന്തൊക്കെ ചെയ്യണമെന്നുള്ള വീഡിയോ മസ്റ്റ് ആയിട്ടും കാണുക. ഞാൻ ഇതിലുള്ള എല്ലാ വീഡിയോസും കണ്ടിരുന്നു. എനിക്ക് യൂസ്ഫുൾ ആയ കൂടുതൽ വീഡിയോസ് ഞാൻ കൂടുതൽ തവണ കാണാറുണ്ടായിരുന്നു. അങ്ങനെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. എന്തായാലും എനിക്കും എൻ്റെ കുഞ്ഞിനും വേണ്ടി ദുആ ചെയ്യുക. മെസ്സേജ് ഫുള്ളാക്കാൻ പറ്റിയിട്ടില്ല. കുറേ പറയുന്നത് മെസ്സേജ് കുറേ വായിക്കാനുള്ളത് കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സോറി. എനിക്കിങ്ങനെ നിങ്ങളുടെ അടുത്ത് പറയാൻ പറ്റും. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. ഇൻഷാ അള്ളാ എന്നെ പോലെ നിങ്ങൾക്കും പ്രഗ്നന്റ് ആവാൻ സാധിക്കട്ടെ. ഇൻഷാ അള്ളാ. എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല കേട്ടോ. എനിക്ക് അത്രത്തോളം സന്തോഷമുണ്ട്. നമ്മുടെ ചാനലിൽ ഒരുപാട് പേര് സക്സസ് സ്റ്റോറീസ് പറയാറുണ്ട്. ഇങ്ങനെയുള്ള സക്സസ് സ്റ്റോറീസ് പലരും പറയുമ്പോഴേക്കും ഞാനതെടുത്ത് സ്ക്രീൻഷോട്ട് ആക്കി വെച്ചിട്ട് എനിക്ക് സമയം കിട്ടുന്ന അനുസരിച്ചിട്ട് ഞാൻ ചാനലിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. ഇങ്ങനെയുള്ള സക്സസ് സ്റ്റോറീസ് ഞാൻ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നത് കൂടുതലായിട്ടും നമ്മുടെ വീഡിയോസ് കാണുന്ന ഒരുപാട് പേരുണ്ട്. ചിലപ്പോൾ വീഡിയോസ് കാണാൻ ഇഷ്ടമില്ലാത്തവരും ഉണ്ട്. അങ്ങനെയുള്ളവരൊക്കെ നമ്മളിപ്പോൾ ചിലപ്പോൾ നമുക്കൊരു റെഫറൻസ് പോലെ ഇങ്ങനെ ഒരു സക്സസ് സ്റ്റോറി നമ്മളിപ്പോൾ നമ്മുടെ ചാനലിൽ ഇട്ട് തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നത് ഏകദേശം 100-ലധികം പേര്, 100 പേരായിരിക്കും, 100 പേര് നമ്മുടെ ചാനലിൽ ഈ സക്സസ് സ്റ്റോറീസ് ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടി എന്ന് പറയുന്നുണ്ടായിരുന്നു. നമ്മൾ കൂടുതലായിട്ടും നമ്മൾ ഈ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേക്കും ഇങ്ങനെ നമുക്ക് നാച്ചുറലി നമ്മൾ ട്രൈ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ബെനഫിറ്റുകൾ നമുക്ക് കിട്ടും. ഇതിൽ ഞാൻ നാച്ചുറലി ട്രൈ ചെയ്യാനായിട്ട് പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, എല്ലാവരും ഫോളോ ചെയ്യുന്ന ഗ്രാമ്പൂ വെള്ളം കുടിക്കുക, ഉണക്കമുന്തിരി വെള്ളത്തിലിട്ട് കഴിക്കുക, ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കുക, വെജിറ്റബിൾസ് ധാരാളം കഴിക്കുക, വെള്ളം ധാരാളം കുടിക്കുക, ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്ന സ്ട്രെസ് ഒട്ടും ഇല്ലാതിരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം തന്നെ ആ ഒരു കുഞ്ഞിനെ ആക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കും. നമ്മൾ ഒരിക്കലും മെഡിസിനുകൾ എടുക്കണ്ടെന്ന് ഒരാളും പറയില്ല. ഈ മെഡിസിനുകൾ നമ്മൾ എടുക്കുമ്പോഴേക്കും ഇപ്പോൾ ഒരു പനി വന്നു കഴിഞ്ഞാൽ നമ്മൾ മെഡിസിൻ എടുക്കും. ആ പനി നമുക്കൊന്ന് കുറഞ്ഞിട്ടില്ല എങ്കിൽ നമ്മുടെ ഇപ്പൊ അമ്മമാരോ നമ്മുടെ ഒപ്പം ഉണ്ടെങ്കിൽ അവർ ചെയ്ത് തരുന്ന കുറച്ച് റെമഡീസ് ഉണ്ടാകും. ഒരു കുടത്തിൽ ഒരിത്തിരി വെള്ളം വെച്ചിട്ട് നമുക്ക് ആവി പിടിക്കാനായിട്ട് വെച്ച് തരും. നമ്മളൊരു പാരസെറ്റാമോൾ കഴിക്കുമ്പോഴേക്കും അല്ലെങ്കിൽ ഒരു സിട്രസിന്റെ മരുന്ന് എടുക്കുമ്പോഴേക്കും ഈ ഒരു കാര്യം കൂടി നമ്മൾ ചെയ്യുമ്പോഴേക്കും ഇതിന്റെ രണ്ടിന്റെയും ബെനിഫിറ്റുകൾ നമുക്ക് കിട്ടും. ഇതിന്റെ രണ്ടിന്റെയും ബെനിഫിറ്റ് നമുക്ക് കിട്ടുമ്പോൾ ആ 2ാമത്തെ ദിവസം തന്നെ നമ്മൾ പനി മാറി അല്ലെങ്കിൽ ജലദോഷം കുറഞ്ഞ് നമ്മൾ എണീക്കും. ഇത് തന്നെയാണ് നാച്ചുറലി ഫോളോ ചെയ്യാൻ ഓരോ കാര്യങ്ങളും പറഞ്ഞു തരുന്നതിലൂടെ ഞാനും മറ്റു പല യൂട്യൂബേഴ്സും ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോഴേക്കും ഈ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള അളവിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ സൈഡ് എഫക്ട്സുകളോ നമുക്ക് ഉണ്ടാവില്ല. എന്നാൽ അമിതമായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കൂടുതലായിട്ട് ഈ കാര്യങ്ങളെല്ലാം എടുത്തു കഴിഞ്ഞാലോ നമുക്ക് അതിൻ്റെതായിട്ടുള്ള സൈഡ് എഫക്ട്സ് ഉണ്ടാകും. ഇല്ല എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഇപ്പോൾ ഗ്രാമ്പൂ വെള്ളം നമ്മൾ കൃത്യമായിട്ട് കുടിക്കുന്നുണ്ട്. ഗ്രാമ്പൂ വെള്ളം കുടിച്ചാൽ പ്രഗ്നന്റ് ആകും എന്ന് പറഞ്ഞിട്ട് രാവിലെ ഉച്ചക്കും വൈകുന്നേരവും രാത്രിയും എല്ലാം അത്ര ഗ്രാമ്പൂ വെള്ളം നമ്മൾ കുടിക്കേണ്ട ആവശ്യമില്ല. ആൽമണ്ട്സ് കഴിച്ചു കഴിഞ്ഞാൽ ഗ്രാമ്പൂ നമ്മൾ
ബദാം കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കാഷ്യൂനട്ട് കഴിച്ചു കഴിഞ്ഞാൽ ബെനിഫിറ്റ് ആണ് എന്ന് വിചാരിച്ചിട്ട് എല്ലാ നേരവും കാഷ്യൂനട്ടും അതുപോലെ ബദാമും എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വയറിന് കംപ്ലൈന്റ് ഉണ്ടാകും. അതേ ഉണ്ടാവുള്ളൂ. നമ്മൾ കുറച്ചായിട്ട് ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളോടൊപ്പം നിങ്ങളുടെ മനസ്സ് ആഗ്രഹിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ശരീരവും അവിടെ പ്രിപ്പയർ ആയി തുടങ്ങും. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിനെയും കൂടി പ്രിപ്പയർ ആക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ഡോക്ടർ നിങ്ങൾക്ക് എഴുതുന്നത് വെറും വിറ്റമിൻ മെഡിസിൻസ് ആണെങ്കിലും നിങ്ങൾ പ്രഗ്നന്റ് ആകും. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കണം. നിങ്ങളെ കൊണ്ട് നാച്ചുറലായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾ ആദ്യം ചിന്തിക്കണം. ഒരുപാട് പേര് കമന്റ്സിൽ പറയാറുണ്ട്, IVF ചെയ്തു ചേച്ചി, 3 തവണ ചെയ്തു, അത് 3ഉം ഫെയിലായി പോയി. ഞാൻ തിരിച്ച് അങ്ങോട്ട് ചോദിച്ചു, IVFന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് പ്രിപ്പറേഷനാണ് ചെയ്തതെന്ന്. അപ്പോൾ അവർ പറഞ്ഞു, ഡോക്ടർ തന്ന മെഡിസിൻ ഞാൻ കൃത്യമായിട്ട് എടുത്തു. ആ ഒരു പ്രിപ്പറേഷൻ പോരാ നമ്മൾ IVFിലോട്ട് ഇറങ്ങുമ്പോഴേക്കും. ഒരു IVFന് നമുക്ക് ചെലവാകുന്ന റേറ്റ് എന്ന് പറയുന്നത് ഏകദേശം ലക്ഷങ്ങളാണ്. 1 ലക്ഷമോ അല്ലെങ്കിൽ 2 ലക്ഷമോ 3 ലക്ഷമോ ഓരോ സ്ഥലത്തും ഓരോ റേറ്റ് ആണ്. ആ 1 ലക്ഷങ്ങളും നിങ്ങൾക്ക് വെറുതെ ഒന്നും കിട്ടില്ലല്ലോ. നിങ്ങൾ അത്രത്തോളം അധ്വാനിച്ച് കിട്ടുന്ന പൈസയല്ലേ അത്. ആ പൈസയുടെ മൂല്യം നമ്മൾ കാത്തു സൂക്ഷിക്കണമെങ്കിൽ വെറുതെ ഒരു IUI ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെങ്കിൽ ഒരു 3000 രൂപ IUIക്ക് വരുള്ളൂ. ആ 3000 രൂപ എടുത്തിട്ട് IUI ചെയ്യാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ ആ 3000 രൂപ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, അതോടൊപ്പം തന്നെ നിങ്ങളുടെ ശരീരത്തിനെയും കൂടി നിങ്ങൾ പ്രിപ്പയർ ആക്കുക. വെറുതെ ഒരു ഡോക്ടർ എഴുതുന്ന മെഡിസിനെ മാത്രം നിങ്ങൾ ഒരിക്കലും പൂർണ്ണമായിട്ടും നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യരുത്. ഒരു ഡോക്ടറെയും അവഹേളിച്ചിട്ട് ഞാൻ പറയുന്ന കാര്യമല്ല കേട്ടോ, ഡോക്ടേഴ്സ് വരെ നമ്മളോട് പറഞ്ഞു തരുന്ന കാര്യമാണത്. ഒരു പ്രഗ്നന്റ് ആകുന്ന സ്ത്രീയോട് ഡോക്ടർ പറയാനുണ്ട്, നിങ്ങൾ ഒരുപാട് ഫ്രൂട്ട്സ് കഴിക്കും, വെജിറ്റബിൾസ് കഴിക്കും എന്ന് പറയാറുണ്ട്. എന്തിനാ അവരങ്ങനെ പറയുന്നത്? അവർക്ക് പറഞ്ഞാൽ പോരെ, ഞാൻ മൾട്ടിവിറ്റമിൻ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ ഇത് മാത്രം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ പോരെ. അവരങ്ങനെ പറയുന്നില്ല, ഒരു ഡോക്ടേഴ്സും അങ്ങനെ പറയില്ല. അപ്പോൾ ഡോക്ടർ എന്നോടും അതൊന്നും കഴിക്കാൻ പറഞ്ഞിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങളത് കഴിക്കാതെയും ഇരിക്കരുത്. അതെല്ലാം കഴിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റുകൾ ഉണ്ടാകും. പിന്നെ ഇപ്പൊ ഒരു ലെട്രസോളിന്റെ മെഡിസിൻ നമ്മളെടുത്തു, നമ്മളൊരു HCG ഇഞ്ചക്ഷൻ വെച്ചു, ഇതെല്ലാം നമുക്ക് ഓവുലേഷൻ നടക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതുപോലെ നിങ്ങൾ പ്രൊജസ്ട്രോണിന്റെ മെഡിസിൻ എടുത്തു, ഇത് നമ്മുടെ യൂട്രസിന്റെ ലൈനിങ് ഒന്ന് ഷെഡ് ആവാതെ ആ എംബ്രിയോയെ ഒന്ന് പിടിച്ചു കിട്ടുന്നതിന് സഹായിക്കും. ഇതിന് അങ്ങോട്ടേക്കും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ മെഡിസിനുകൾക്കും അപ്പുറമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ യൂട്രസിലോട്ടും നമ്മുടെ അണ്ടാശയങ്ങളിലോട്ടുമുള്ള ബ്ലഡ് സർക്കുലേഷൻ നമ്മൾ കൂട്ടിക്കഴിഞ്ഞ് നമ്മുടെ ഫലോപ്പിയൻ ട്യൂബിന്റെ പ്രവർത്തനക്ഷമത നമ്മൾ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ഇത് നിങ്ങൾ പ്രഗ്നന്റ് ആകാനായിട്ട് സഹായിക്കും. നമ്മുടെ യൂട്രസിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടുതൽ ഇൻക്രീസ് ആക്കാൻ വേണ്ടിയിട്ടുള്ള യോഗാസും അതുപോലെ എക്സസൈസുകളും ഒക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ബെനിഫിറ്റ് ഉറപ്പായിട്ടും നിങ്ങളുടെ ശരീരത്തിലോട്ട് കിട്ടുക തന്നെ ചെയ്യും. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളും നിങ്ങൾ മസ്റ്റായിട്ട് ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. വെറുതെ ഞാനൊരു ഡോക്ടറുടെ മെഡിസിൻ കഴിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇപ്പൊ ഈ ഒരു കമന്റ് വന്ന ഈ ചാനലിൽ ആ കുട്ടി പറയുന്നുണ്ട്, ഞാൻ വേറെ മെഡിസിനുകളൊന്നും എടുത്തിട്ടില്ല ചേച്ചി എന്ന് പറയുന്നുണ്ട്. 3 വർഷമായിട്ട് ആ കുട്ടി ഒരു മെഡിസിനും എടുക്കാതെ ആ ഒരു 3 വർഷത്തെ ഗ്യാപ്പിനുള്ളിൽ ആ കുട്ടി പ്രഗ്നന്റ് ആകുന്നുണ്ടെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള ഐറ്റംസിനും നമ്മൾ സ്ട്രെസ് ഇല്ലാതെ ഇരിക്കുന്നതിനും അത്രത്തോളം കഴിവുകളുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ കേട്ടോ. അപ്പൊ ആ കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഈ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്തത് എവിടെ നിന്ന് കിട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ പ്ലേലിസ്റ്റുകളുണ്ട്. ദിച്ചൂസ് വേൾഡ് എന്ന ചാനൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഓരോ ഇങ്ങനെ ഓപ്ഷൻ ഉണ്ടാവുമല്ലോ, അതായത് വീഡിയോസ് ഉണ്ടാകും, അതുപോലെ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബ് ഉണ്ടാകും. ഇങ്ങനെയുള്ളതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അറ്റത്തായിട്ട് ഒരു പ്ലേലിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാകും. ഈ പ്ലേലിസ്റ്റ് നിങ്ങൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഫെർട്ടിലിറ്റി ഇംപ്രൂവിംഗ് ടിപ്സ് എന്നൊരു പ്ലേലിസ്റ്റ് ഉണ്ടാകും. ഈ ഫെർട്ടിലിറ്റി ഇംപ്രൂവിംഗ് ടിപ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആ ഒരു അമ്മയാകാനായിട്ടുള്ള സാധ്യത വർദ്ധിപ്പിക്കാൻ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഫെർട്ടിലിറ്റി ഇംപ്രൂവിംഗ് പ്ലേലിസ്റ്റ്. അത് നിങ്ങളൊന്ന് വാച്ച് ചെയ്ത് നോക്കുക. അതിൽ നിങ്ങൾക്ക് നാച്ചുറലി എങ്ങനെ പ്രഗ്നന്റ് ആകാം എന്നുള്ള ടിപ്സും ട്രിക്സും ഒക്കെയാണ് ഫോളോ ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ തന്നെ നമുക്ക് ഫെർട്ടിലിറ്റി ബൂസ്റ്റിംഗ് എക്സസൈസ് എന്നുള്ളൊരു പ്ലേലിസ്റ്റും കൂടിയുണ്ട്. അതിൽ നമ്മൾ നാച്ചുറലി എങ്ങനെ പ്രഗ്നന്റ് ആകാനായിട്ട് എന്തെല്ലാം എക്സസൈസുകൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങളും കൂടി പറഞ്ഞിട്ടുണ്ട്. ആ ഓരോ കാര്യങ്ങളും നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി ഫോർ മെൻ എന്ന് പറയുന്നൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതിൽ നിങ്ങളുടെ ഹസ്ബൻഡിന് എന്തെങ്കിലും സ്പേമിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റുന്ന, അത് സോൾവ് ചെയ്യാൻ പറ്റുന്ന വിവരങ്ങളും അതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഓരോ ഫെർട്ടിലിറ്റി ഇംപ്രൂവിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ പീരിയഡ്സ് കൃത്യമായിട്ട് വരുന്നുണ്ടോ എന്നുള്ളതാണ്. ഈ പീരിയഡ്സിനെ നമ്മൾ കൃത്യമായിട്ട് വരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഓവുലേഷൻ കൃത്യമായിട്ട് നടക്കാനായിട്ടുള്ള കാര്യങ്ങളും കൂടിയാണ്.
പിന്നെ ഇവിടെ ആ കുട്ടി സ്ട്രെസ് ചെയ്ത് പറഞ്ഞ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്. ഒരു മാസം കൊണ്ട് പ്രഗ്നന്റ് ആകാൻ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ നോക്കണം എന്നതിനെ പറ്റിയിട്ട്. ആ ഒരു മാസത്തിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ പ്രഗ്നന്റ് ആകാൻ ചെയ്യാനാകും എന്നുള്ള വിഷയത്തെ പറ്റിയിട്ടുള്ളതാണ് ആ ഒരു വീഡിയോ. അതിൽ പീരീഡ്സിന്റെ ഡേ 1 മുതൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന അടുത്ത ഡേ വരെ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആ കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റായിട്ട് ഫോളോ ചെയ്യണം കേട്ടോ. ഒരു മാസം ഫോളോ ചെയ്തിട്ട് നിങ്ങൾ ഒരിക്കലും നിർത്തരുത്. കാരണം നമ്മൾ എന്തെടുത്താലും അതിന്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടണമെങ്കിൽ ഒരു 2-3 മാസം നിങ്ങൾ അത് ട്രൈ ചെയ്യണം. ഈവൻ ഡോക്ടേഴ്സ് തരുന്ന ഫോളിക് ആസിഡിന്റെ മെഡിസിൻ ആണെങ്കിലും അയേണിന്റെ മെഡിസിൻ ആണെങ്കിലും അതിന്റെ ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിലോട്ട് കൂടുതലായിട്ട് കിട്ടിത്തുടങ്ങണമെങ്കിൽ ഒരു 2-3 മാസമൊക്കെ നിങ്ങളത് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ ഈ കാര്യങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം കേട്ടോ. ഒരു മാസം കൊണ്ട് പ്രഗ്നന്റ് ആകാൻ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിന്റെ വീഡിയോയുടെ ലിങ്കും ഞാൻ കൊടുത്തേക്കാം. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കണ്ടു നോക്കാം കേട്ടോ. ഇതെല്ലാം നിങ്ങൾക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള ടോപ്പിക്സ് ആയിരിക്കും. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തതെന്ന് പറയുന്നത് ഒരുപാട് പേര് ഇങ്ങനെ സക്സസ് സ്റ്റോറീസ് നമ്മളോട് പറയാറുണ്ട്. ഇപ്പോൾ കുറച്ചായി ഞാൻ സക്സസ് സ്റ്റോറീസിന്റെ വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഒരു വീഡിയോ ചെയ്തത് നിങ്ങളെ കൊണ്ടും പറ്റും എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ ശരീരത്തെ ഒന്ന് ക്രമീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരം നിങ്ങളുടെ കൂടെ നിൽക്കും. നിങ്ങളൊരു അമ്മയാകാനായിട്ട് നിങ്ങളുടെ ശരീരം 100% ഹെൽപ്പ് ചെയ്യും എന്നുള്ളൊരു കാര്യം കൂടി കൺവേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എനിക്ക് ഈ ഒരു വീഡിയോസ് ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് സന്തോഷം കിട്ടുന്നുണ്ട്. കാരണം ഞാൻ എൻ്റെ മക്കളെ എന്നെ അമ്മയെന്ന് വിളിക്കുന്ന ഒരു സമയത്ത് ആ ഒരു മാതൃത്വം എത്രത്തോളം ഉണ്ട് എന്ന് എനിക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. ആ നിങ്ങളെ ഒരു എന്താ പറയുക, ഒരു പ്രഗ്നന്റ് ആകാനായിട്ട് കുറച്ച് ഡിഫിക്കൽട്ടീസ് നേരിടുന്നവരെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങളും അമ്മയെന്ന് വിളിക്കാനായിട്ട് ഒരു കുഞ്ഞ് അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ വരുമ്പോഴേക്കും നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു അനുഭൂതി എത്രത്തോളം ഉണ്ട് എന്ന ഒരു അമ്മ എന്ന നിലയ്ക്ക് എനിക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത നിങ്ങൾക്ക് ആ ഒരു അനുഭൂതി പകർന്നു തരാനായിട്ട് എനിക്ക് സാധിക്കുമ്പോൾ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. കാരണം എനിക്കറിയാം നിങ്ങൾ ചിലപ്പോൾ ആ ഒരു സമയത്ത് ഒരു 5 മിനിറ്റ് എങ്കിലും നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കും. ആ ഒരു ചാനൽ കാരണം അല്ലെങ്കിൽ ആ ഒരു ചേച്ചി കാരണം എനിക്ക് ആ ഒരു ഗുണം കിട്ടിയല്ലോ, അവരെ കാത്തോളണേ ദൈവമേ എന്ന് ചിലപ്പോൾ ഒരു തവണയെങ്കിലും ഇങ്ങനെ റിസൾട്ട് കിട്ടുന്നവർ അത് പ്രാർത്ഥിക്കും. എൻ്റെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഓരോ സാഹചര്യങ്ങളിലും ഞാൻ ബുദ്ധിമുട്ടുന്ന ഓരോ സമയങ്ങളിലും ഈ ഒരു പ്രാർത്ഥന, ഒരാളുടെ ഒരു പ്രാർത്ഥന മതി ചിലപ്പോൾ എന്നെ ദൈവം ഒന്ന് സംരക്ഷിക്കാൻ. അതുകൊണ്ട് എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഇനിയും നിങ്ങൾക്ക് എല്ലാവർക്കും ചാനൽ ഫോളോ ചെയ്യുന്നവരും ഫോളോ ചെയ്യാതെ വീഡിയോസ് കാണുന്നവരും ആരൊക്കെ ആയാലും പ്രഗ്നന്റ് ആകാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് എളുപ്പത്തിൽ ഒരു കുഞ്ഞുണ്ടാക്കാനായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു.